ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യരായ കർത്തൃദാസന്മാർക്കും മാന്യ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം എനിക്ക് വീണ് കിട്ടിയ ഒരു സമയമാണെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അതിൽ സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ആമേൻ ഒന്നും തന്നെ പറയുവാൻ തക്കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ തന്നെയും ദാസൻ പ്രാരംഭത്തിൽ ഇങ്ങനെ പറഞ്ഞു, ആത്മീയമായി ആത്മീയ വർധനവ് അതെ ഓരോ പടി ഉയർന്നാണ് ഇന്ന് നാം കാണുന്നതെന്ന് പറയുവാൻ തക്കോടെയായി തീർന്നു. അതിന്റെ വളർച്ച അതെ കടന്നാൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശതയിലായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ പലപ്പോഴും കണ്ടിട്ടുള്ളതായിട്ടുള്ള യോഹന്നാന് ആമേൻ ആത്മീയ മണ്ഡലത്തിൽ ആത്മവിവശതയിലായപ്പോൾ അന്ന് വരെ കണ്ട യേശുവിനെ അല്ല യോഹന്നാൻ കണ്ടത്. വ്യത്യസ്തമായ നിലയിൽ അത് എടുത്ത് വിവരിച്ച് പറയുവാൻ തക്കണം ഇന്ന് പകൽക്കാലം ഞാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. വ്യത്യസ്തമായ നിലയിൽ ആമേൻ യോഹന്നാൻ കണ്ട കാഴ്ച അവിടെ പ്രത്യേകമായിട്ട് വിവരിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ കൂടെ നടന്നപ്പോൾ കണ്ട കണ്ണല്ല, കൂടെ നടന്നപ്പോൾ കണ്ട തലമുടിയല്ല, കൂടെ നടന്നപ്പോൾ കണ്ട ആമേൻ പാദമല്ല, അതിനെല്ലാം വ്യത്യസ്തമാണ്. അങ്ങനെയാണെങ്കിൽ ആത്മീയമായി നാം വളർച്ച പ്രാപിക്കുമ്പോൾ, ആ നിലവാരത്തിൽ നാം ഉയർച്ച പ്രാപിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം വരും, നമ്മുടെ ദർശനത്തിന് വ്യത്യാസം വരും. ഈ ദർശനമല്ല, ഈ കാഴ്ചപ്പാടല്ല, ഇനിയും ഇതിലും വളർന്ന് കാഴ്ചപ്പാട് വളർന്ന് ദർശനം വളർന്ന് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം കർത്താവിന്റെ സന്നിധാനത്തിൽ എത്തുവോളം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൽ വളർച്ച പ്രാപിച്ച് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ തക്കവണ്ണം നമുക്ക് ദൈവം സഹായിക്കട്ടെ. ഒരു വാക്യം മാത്രം ഞാൻ വായിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചു വരിക്കുന്നു. ഈ വിധങ്ങൾ ആദ്യമായി കർത്താവിനെ ആശ്രയിക്കട്ടെ. എല്ലാ ആശംസകളും അറിയിക്കുന്നു.